ഹലോ യൂട്യൂബ്. ഇന്നത്തെ വീഡിയോ റിലേഷൻഷിപ്പിനെ പറ്റിയാണ്. റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നതിന് മുമ്പ് ആധികാരികമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് സ്ത്രീകളുടെ നേച്ചർ, അതുപോലെ തന്നെ എന്താണ് മാരേജ്. ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും സ്ത്രീകളെ കുടുംബജീവിതത്തിന് വേണ്ടി തപ്പി നടക്കുന്നവരും പല പല സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് നടക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഓൾ റൈറ്റ്. നമ്മൾ ഇന്ന് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൻ്റെ കാര്യം വരുമ്പോൾ തന്നെ ആണുങ്ങൾ ശരിക്കും വിജിലൻ്റ് ആയിരിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ സ്ത്രീകളുടെ മനഃശാസ്ത്രം പഠിക്കുക എന്നുള്ളതാണ്. എന്താണ് സ്ത്രീകളുടെ മനഃശാസ്ത്രം? സ്ത്രീകളുടെ മനഃശാസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് ലോങ് ടേം കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലും നമ്മളവരെ പ്രതീക്ഷിക്കരുത്. ചെറിയ ചെറിയ കാര്യം, ഷോർട്ട് ടൈം ആക്ടിവിറ്റീസിന് വേണ്ടിയാണ് സ്ത്രീകളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിലേഷൻഷിപ്പിൽ എൻ്റർ ചെയ്യുമ്പോഴത്തേന് സ്ത്രീകളാണ് എല്ലാ കാര്യത്തിലും ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ അവരുടെ പുറകെ നടക്കാതെ അവർ നമ്മളെ തേടി വരണം പല കാര്യങ്ങളും. അങ്ങനെ ഒരു റിലേഷൻഷിപ്പെ ഒരു ലോങ് ടേം ആയിട്ട് മുമ്പിലോട്ട് പോകത്തുള്ളൂ. എന്താണ് മാരേജ്? മാരേജ് കൊണ്ട് ആണുങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്നാണ്? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മാരേജ് കൊണ്ട് ആണുങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ 30 വർഷം ടെക്നോളജി ഫീൽഡിലും അസ്ട്രോളജിയിലും ഉള്ള എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് മാരേജ് ഈസ് നത്തിങ് ബട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് സ്കൂൾ ലെവൽ തൊട്ട് സ്ത്രീകൾക്ക് പലവിധ ബന്ധങ്ങളാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഒരു ലോകമെന്ന് പറഞ്ഞാൽ വിചിത്രമായ ലോകമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറ്റ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ലോകം മുൻപന്തിയിൽ. അതുകൊണ്ട് ആണുങ്ങൾ സ്ത്രീകളെ ചൂസ് ചെയ്യുമ്പോൾ തന്നെ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു റോങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിലാണ് നമ്മൾ തൊടുന്നതെങ്കിൽ നമ്മുടെ ആരോഗ്യവും ആയുസ്സും ദൈവം തന്ന വിലപ്പെട്ട സമയവും നമുക്ക് നഷ്ടപ്പെട്ട് നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് ഈ ലോകത്തുനിന്ന് യാത്രയാകേണ്ടി വരും. അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോഴത്തേന് പല രീതിയിലും ശ്രദ്ധിക്കണം. അത് തന്നെയാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ്. ഓൾ റൈറ്റ്. ഒരു നോർമലായിട്ടുള്ള ഒരു പുരുഷൻ ഒരു നോർമലായിട്ടുള്ള ഒരു സ്ത്രീയെ ലൈഫ് പാർട്ണറായിട്ട് സെലക്ട് ചെയ്യുമ്പോഴത്തേന്, അത് പ്രേമിച്ച് നടക്കാനാണെങ്കിലും കുടുംബജീവിതം നയിക്കാനാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് പരിപാടിക്കാണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾ ലവിങ് ആണ്, കെയറിങ് ആണ്, ബ്യൂട്ടിഫുള്ളാണ്, അതുപോലെ തന്നെ ഡേഞ്ചറസ് ആണ്. ജ്യോതിഷത്തിലൂടെ മാത്രമേ ഒരാളുടെ കറക്റ്റായിട്ടുള്ള പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സ്ത്രീയുടെ ആണെങ്കിലും പുരുഷൻ്റെ ആണെങ്കിലും. അതറിയണമെങ്കിൽ ഈ ഒരു 70% ആൾക്കാർക്ക് അതറിയാൻ പറ്റത്തുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പലർക്കും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തോ ടൈം ഓഫ് ബർത്തോ പ്ലേസ് ഓഫ് ബർത്തോ ഒന്നും അറിയത്തില്ല. നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സിൽ നിൽക്കുന്ന ആൾക്കാരെ പറ്റി പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുന്ന ആൾക്കാരെ നമ്മുടെ കൂടെ നിർത്തുക. നമ്മുടെ കൂടെ 100% 100% നമ്മളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മുമ്പിലോട്ട് നിർത്തി നമ്മൾ മുമ്പിലോട്ട് പോവുക. അത് നമ്മുടെ ഭാര്യയാണെങ്കിലും അമ്മയാണെങ്കിലും അപ്പനാണെങ്കിലും ആരാണെങ്കിലും. ജ്യോതിഷത്തിൽ സ്ത്രീകളെ ചന്ദ്രനുമായിട്ടാണ് ഉപമിക്കുന്നത്. ഓക്കെ, ചന്ദ്രൻ നമ്മൾ ആകാശത്ത് കാണുന്നത് രാത്രി കാലങ്ങളാണ്. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് അത് ശരിക്കും പ്രകാശം തരുന്നത്. ഓക്കെ, സ്ത്രീകളുടെ നേച്ചറും രാത്രി പോലെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പുരുഷന്മാരെ ഏത് ഏജിലും ബ്ലഫ് ചെയ്യുന്ന ചീറ്റ് ചെയ്യും. ചീറ്റിങ് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമേ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ മുമ്പിലോട്ട് പോകാവുള്ളൂ. അവർ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അവരുടെ എല്ലാ ആക്ടിവിറ്റീസും. അതുകൊണ്ട് ഉറക്കത്തിൽ ചതിക്കുന്ന സ്ത്രീകളുമായിട്ട് നമ്മൾ മുമ്പിലോട്ട് പോകരുത്. ഞാൻ ഈ പറയുന്നത്, നമ്മൾ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 70% സ്ത്രീകൾ ഇങ്ങനെയാണ് അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ജീവിക്കുന്നത്. കുടുംബജീവിതത്തിലാണെങ്കിലും അവരുടെ അല്ലാത്ത കാര്യങ്ങളിലുമാണെങ്കിലും.
പണ്ടുള്ള ആൾക്കാരൊക്കെ കല്യാണം ആലോചിക്കുന്നത് ആദ്യമേ പുരുഷൻ സ്ത്രീയെ പോയി കാണുകയല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള കാരണവന്മാർ സ്ത്രീയുടെ വീട്ടിൽ പോയി അവരുടെ കുടുംബ പശ്ചാത്തലവും അവരുടെ അപ്പനെ പറ്റിയും അമ്മയെ പറ്റിയും ഒക്കെ വളരെയധികം വിശകലനം ചെയ്തിട്ടാണ് ഒരു സ്ത്രീയെ ഒരു പുരുഷൻ അവൻ്റെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് കഥകളെല്ലാം മാറി. മാരേജ് കൊണ്ട് 100% ബെനിഫിറ്റ് സ്ത്രീകൾക്കാണ്. ആണുങ്ങൾക്ക് ആരോഗ്യവും സൗന്ദര്യവും വേറെ പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നതല്ലാതെ ഒരു 10-20% ആണുങ്ങളെ ഉള്ളൂ മാരേജ് കൊണ്ട് ബെനിഫിറ്റ് നേടുന്നതും സ്ത്രീകളുടെ കൂടെയും കുട്ടികളുടെ കൂടെയും നല്ല രീതിയിൽ ജീവിച്ച് മരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ലൈഫ് പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോഴത്തേന് ഫെമിനൻ നേച്ചറായിട്ടുള്ള ഒരു സ്ത്രീയെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാവുള്ളൂ. ദൈവം അവരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവർ ഒരു 20-നും 30-നും 35-നും ഇടയ്ക്ക് അവരുടെ ശാരീരികവും മാനസികവുമായിട്ട് പല രീതിയിലുള്ള രൂപാന്തരം വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഒരു 20-നും 30-നും 35-നും ഇടയ്ക്ക് ഉള്ള കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ പ്രശ്നങ്ങളിൽ ചാടി അവരുടെ ഫെമിനൻ നേച്ചർ മാറി പുരുഷ സ്വഭാവം കാണിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു 30-നും 35-നും ഇടയ്ക്ക് ഉള്ള കാലഘട്ടം. സ്ത്രീകൾ ആണുങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാതെ ആണുങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമ്പോഴത്തേന് നോർമലായിട്ടുള്ള ഏതൊരു ആണുങ്ങളും ആ റിലേഷൻഷിപ്പിൽ നിന്ന് എത്രയും പെട്ടെന്ന് എക്സിറ്റ് ആവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ വിചാരിക്കുന്നത് ഇവരിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുക എന്നുള്ള. അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇന്ന് പല ആണുങ്ങളും 2-3 കുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ട് റിലേഷൻഷിപ്പിൽ നിന്ന് ഓടിപ്പോകുന്നതിൻ്റെ കാരണം സ്ത്രീകളുടെ ഒരു ബേസിക് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കള്ളത്തരം കാണിക്കുകയും കള്ളത്തരം പറയുകയും കള്ളത്തരം കാണിക്കുന്നതോടു കൂടി അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ സാധിച്ചിട്ട് മുമ്പിലോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു രീതിയിൽ അവരുമായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചീറ്റ് ചെയ്യും. അതാണ് ഇന്ന് ലോകത്ത് പലയിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ റീസണ് ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 വർഷം മുമ്പാണെങ്കിൽ ഒരു കല്യാണം ആലോചിക്കുമ്പോഴത്തേന് വീട്ടിലെ കാരണവരായിട്ടുള്ള ആൾക്കാർ പെണ്ണിൻ്റെ വീട്ടിൽ പോയി പെണ്ണിൻ്റെ അപ്പനെ പറ്റിയും അമ്മയെ പറ്റിയും അവിടെ കുടുംബ പശ്ചാത്തലമൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. എന്നിട്ട് പെണ്ണിൻ്റെ അമ്മയെ പറ്റിയും അമ്മയുടെ വീട്ടുകാരെ പറ്റിയും അമ്മയുടെ പാരമ്പര്യവും അതുപോലെ നമ്മൾ കല്യാണം കഴിക്കുന്ന ആ പെൺകുട്ടിയുടെ അമ്മ എങ്ങനെയാണ് ഭർത്താവിൻ്റെ കൂടെ താമസിച്ചത്, അതുപോലെ തന്നെ അവരെങ്ങനെയാണ് മക്കളെ ട്രീറ്റ് ചെയ്തത്, ഇതെല്ലാം ഒരു ഘടകമാണ് ഒരു പുരുഷനെ സംബന്ധിച്ചോളം ഒരു സ്ത്രീയെ വിവാഹ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. മദറിനോട് പാരമ്പര്യം കറക്റ്റായിട്ടല്ലെങ്കിൽ നമ്മുടെ കൂടെ നമ്മൾ കല്യാണം കഴിക്കുന്ന വ്യക്തിയും പ്രോപ്പറായിട്ട് നിൽക്കത്തില്ല. ഈ സമൂഹത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വളരെ നല്ല ആൾക്കാരും കാണാൻ കൊള്ളാവുന്ന പല പുരുഷന്മാരും ചില കല്യാണങ്ങളിൽ ഏർപ്പെട്ടിട്ട് അവരുടെ സൗന്ദര്യം നഷ്ടപ്പെടുന്നു, ധനം നഷ്ടപ്പെടുന്നു. അവർ ഒരു കല്യാണത്തിന് മുമ്പ് എങ്ങനെയാണോ ജീവിച്ചത് അതിനെക്കാട്ടിലും വേറൊരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട്ടിലേക്ക് അവർ പോവുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ വെള്ളമടിച്ച് വഴി കിടക്കുന്നു, അതുപോലെ തന്നെ ചിലർ പെണ്ണ് പിടിക്കാൻ പോകുന്നു, അതുപോലെ തന്നെ ചിലർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു, ചിലർ ഭാര്യമാരെ തല്ലിക്കൊല്ലുന്നു. ഇതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിലേഷൻഷിപ്പിൽ ആരുടെ ദേഹത്താണോ കൈവെക്കുന്നത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ അത് എഫക്റ്റ് ചെയ്യും. അത് കുടുംബജീവിതത്തിലാണെങ്കിലും പ്രേമിച്ച് നടക്കാനാണെങ്കിലും. അതുകൊണ്ട് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കണം. നമ്മുടെ കൂടെ താമസിക്കുന്ന സ്ത്രീ ഒരു ഫെമിനൻ നേച്ചർ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് നമ്മളോട് 100% സിൻസിയറായി നിൽക്കുന്ന ഒരു സ്ത്രീയുമായിട്ടേ നമ്മൾ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏത് ദേശത്താണെങ്കിലും ഏത് സിറ്റുവേഷനാണെങ്കിലും ആ റിലേഷൻഷിപ്പ് മുമ്പിലോട്ട് പോകത്തില്ല. റിലേഷൻഷിപ്പിൻ്റെ കാര്യം വരുമ്പോഴത്തേന് നോർമലായിട്ടുള്ള ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്നത് സന്തോഷവും സമാധാനവുമാണ്. അല്ലാതെ പെണ്ണുങ്ങളുടെ കളറോ അല്ലെ ബോഡി പാർട്സിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ സ്റ്റാറ്റസോ ഒന്നുമല്ല. സന്തോഷവും സമാധാനവും കിട്ടാത്ത ഒരു എൻവയറമെൻറ്റിലും നോർമലായിട്ടുള്ള ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായിട്ട് ലോങ് ടൈം കമ്മിറ്റഡ് ആയിട്ട് പോകത്തില്ല. അഥവാ കമ്മിറ്റഡ് ആയിട്ട് ആരെങ്കിലും ഒരു സ്ത്രീയുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ വല്ല വായി നോക്കികളോ കിഴങ്ങന്മാരോ ഒക്കെ ആയിരിക്കും.
അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. നമ്മുടെ 2 കൈകളിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലാണെങ്കിലോ റിലേഷൻഷിപ്പിലാണെങ്കിലോ പിടിക്കാവുള്ളൂ. നമ്മൾ ഈ കൈകളിൽ ഒതുങ്ങാത്ത ഏത് കാര്യത്തിൽ പിടിച്ചാലും, അത് സ്ത്രീകളുടെ ശരീരത്താണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും, നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത എന്ത് കാര്യത്തിൽ നമ്മൾ കയറി പിടിച്ചാൽ നമ്മുടെ ആരോഗ്യവും ആയുസ്സും അതുപോലെ തന്നെ നമ്മുടെ സമാധാനവും പോവും. ഇന്ന് യൂട്യൂബിൽ 10,000-കണക്കിന് വീഡിയോസ് ഉണ്ട് റിലേഷൻഷിപ്പിനെ പറ്റി. ശരിക്കും ആണുങ്ങളല്ല റിലേഷൻഷിപ്പിൻ്റെ കാര്യം വരുമ്പോഴത്തേന് പവർഫുൾ ഫീമെയിലാണ്. അപ്പം നമ്മൾ ഈ ഫീമെയിൽ സൈക്കോളജി ശരിക്കും പഠിക്കാത്ത ഒരാൾക്ക് നല്ല രീതിയിലുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെവിടെ പറ്റിക്കും, എവിടെ നമ്മളെ കെയർ ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞിരിക്കും. സ്ത്രീകളുടെ മനഃശാസ്ത്രം ഞാൻ കണ്ട കാഴ്ചകളും എൻ്റെ ഒരു എക്സ്പീരിയൻസും വെച്ച് പറയുകയാണെങ്കിൽ, ഒരു ലക്ഷറി കാറിൽ ഡ്രൈവർ ഇല്ലാതെ യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് 20-നും 30-നും 40-നും ഇടയ്ക്ക്. ഈ ഒരു കാലഘട്ടത്തിൽ ഇവരെ ഡയറക്റ്റ് ചെയ്യാൻ ആരുമില്ലെങ്കിൽ ഇവർ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലും ചെന്ന് ചാടും. നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോഴത്തേന് ആണുങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകളുടെ പാസ്റ്റ് അവരുടെ മരണം വരെ അവരെ ഫോളോ ചെയ്യും. അതുകൊണ്ട് പാസ്റ്റ് കറക്റ്റായിട്ട് പറയുന്ന ഒരാളുമായിട്ട് മാത്രമേ നമ്മുടെ സമയവും ആരോഗ്യവും നമ്മുടെ ബുദ്ധിയും ഒക്കെ സ്പെൻഡ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെക്കാട്ടിലും ഫാസ്റ്റായിട്ട് സ്ത്രീകൾ റിലേഷൻഷിപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. അവസാനം നഷ്ടം വരുന്നതും ആരോഗ്യം പോകുന്നതും സമാധാനം പോകുന്നത് പുരുഷന്മാർക്ക് മാത്രമായിരിക്കും. മാരേജ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ നല്ല ശക്തി വേണം, ഷാർപ്പായിരിക്കണം. ഒരു ഷാർപ്പായിട്ടുള്ള ഒരു മനസ്സിനും അതുപോലെ തന്നെ ഷാർപ്പായിട്ട് കാര്യങ്ങൾ എക്സിക്യൂഷൻ ചെയ്യാൻ അറിയാൻ മേലാത്ത ആണുങ്ങൾ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജീവിതം അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിലും സ്പീഡിൽ തീരും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ആരുമായിട്ടാണോ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് അവരുടെ IQ ലെവല് നമ്മുടെ IQ ലെവലുമായിട്ട് മാച്ച് ആകണം. അല്ലെങ്കിൽ ഒരു കാര്യവും പ്രോപ്പറായിട്ട് നമുക്ക് എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോഴത്തേന് ആദ്യം ചെയ്യേണ്ട കാര്യം പുരുഷനും സ്ത്രീയും ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എവിടെ നോക്കിയാലും ഒരു 50% കൂടുതൽ ആൾക്കാർക്ക് മെൻ്റൽ ഇൽനെസ്സും അതുപോലെ തന്നെ അവരുടെ പാസ്റ്റിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാരണങ്ങൾ കൊണ്ട് ഡാമേജ് ആയിട്ടുള്ള ആൾക്കാരുമാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ജ്യോതിഷത്തിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റൽ ഇൽനെസ് ഉള്ള ആൾക്കാരെ സ്ക്രിപ്റ്റേഴ്സിനകത്ത് പറയുന്നത് 1st ലോർഡും 6th ലോർഡും ബുധനും ചന്ദ്രനും ഹെവി അഫ്ലിക്ഷനുള്ള ഒരു ചാർട്ടിൽ മെൻ്റൽ ഇൽനെസ് പക്കയാണ്. മെൻ്റൽ ഇൽനെസ് ഉള്ള ഒരാളുമായിട്ട് നമ്മൾ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടാലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. നോർമലായിട്ടുള്ള ഒരാൾ ഒരു മെൻ്റൽ ഇൽനെസ് ഉള്ള ഒരു സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ വിവാഹം ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെൻ്റൽ ഇൽനെസ് ഉള്ള ആൾക്കാർക്ക് ഒന്നും സംഭവിക്കത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലും പ്രവർത്തിക്കുന്ന രീതിയിലുമല്ല. അവരെ നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ രീതിയിലേക്ക് വരുത്തുകയോ അല്ലെങ്കിൽ അവരെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് മെൻ്റൽ ഇൽനെസ് ഉള്ള ആൾക്കാരെയൊക്കെ ആശുപത്രികളിൽ സെഡേഷൻ കൊടുത്ത് കിടക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഉറക്കി കിടത്താനേ പറ്റത്തുള്ളൂ. ഉണർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം പോവും. നമ്മൾ ഒരാളുടെ പേഴ്സണാലിറ്റി അറിയണമെങ്കിൽ നമ്മളവരെ ഒബ്സർവ് ചെയ്താൽ മതി. ഇന്നത്തെ ലോകത്ത് അത് അറിയാൻ വളരെ എളുപ്പമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റു അടിക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവം തന്ന ശരീരത്തിൽ വിചിത്രമായ സിമ്പലും ചിത്രങ്ങളും വരയ്ക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെൻ്റൽ ഇൽനെസ്സിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേനാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വരുന്നത്. അതുപോലെ തന്നെ ഡ്രഗ്സ് അടിക്കുന്നത്, അതുപോലെ തന്നെ ശരീരത്ത് ടാറ്റു അടിക്കുന്നതും, അതുപോലെ മൂക്കിലും കാതിലുമൊക്കെ മൾട്ടിപ്പിളായിട്ടുള്ള റിങ്സ് ഫിക്സ് ചെയ്യുക, അതുപോലെ തന്നെ നാക്കിനകത്ത്
റിങ്സ് ഇടുക, അതുപോലെ തന്നെ ബോഡി പാർട്സിലൊക്കെ റിങ്സ് ഇടുക, അതുപോലെ തന്നെ ടാറ്റു അടിക്കുക. മുഖത്തൊക്കെ ടാറ്റു അടിക്കുന്നവർ ക്രിമിനൽസാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കൽ പോലും ഒരു റിലേഷൻഷിപ്പിൽ ഇൻവൈറ്റ് ചെയ്യരുത്. അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ, എൻ്റെ പേര് മനോജ് ഫിലിപ്പ്. എൻ്റെ പ്രവർത്തന മണ്ഡലം ടെക്നോളജിയും അസ്ട്രോളജിയുമാണ്. ഈ ചാനലിൽ കൂടെ മെയിനായിട്ട് ടെക്നോളജി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും സൈക്കോളജി ത്രൂ അസ്ട്രോളജിയും ട്രാവലിങ്ങിനെ പറ്റിയാണ്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഈ 3 ഏരിയയിലാണെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. See you soon.